ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡിഗ്രി ഹെൽപ്പറിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് BA ഹിസ്റ്ററിക്കാരുടെ ഫസ്റ്റ് സെമസ്റ്റർ ആയിട്ടുള്ള ട്രെൻഡ്സ് ഇൻ ഹിസ്റ്റോറിയോഗ്രാഫി അല്ലെങ്കിൽ ചരിത്രരചനാ ശാസ്ത്രത്തിലെ സമീപനങ്ങൾ എന്നതിലെ നമ്മൾ മൊഡ്യൂൾ 1ൻ്റെ പാർട്ട് 3 ക്ലാസ്സാണ് ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ പാർട്ട് 1, പാർട്ട് 2കളിലായിട്ട് നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ പ്രധാനപ്പെട്ട ടോപ്പിക്സ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകൾ കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നമ്മുടെ ചാനലിൽ കയറിയിട്ട് ഫസ്റ്റ് സെമസ്റ്റർ ട്രെൻഡ്സ് ഇൻ ഹിസ്റ്റോറിയോഗ്രാഫി എന്ന പ്ലേലിസ്റ്റ് നോക്കിയാലും നമ്മുടെ ചാനലിൽ നോക്കിയാലും അതിനെക്കുറിച്ചുള്ള ക്ലാസ് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അതിൻ്റെ ബാക്കി ക്ലാസ്സാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഗ്രീക്ക് ചരിത്രരചനയെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു, ഗ്രീക്ക് ഹിസ്റ്റോറിക്കൽ റൈറ്റിങ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട ഗ്രീക്ക് ചരിത്രകാരന്മാരെക്കുറിച്ചും ഗ്രീക്ക് ചരിത്രരചന എങ്ങനെയാണ് വളർന്നു വന്നിട്ടുള്ളത് എന്നതിനെക്കുറിച്ചും നമ്മൾ ഡിസ്കസ് ചെയ്തു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് തന്നെയായിരുന്നു ഗ്രീക്ക് ചരിത്രരചനയെ കുറിച്ചിട്ട്. അവിടെ നിന്ന് നമുക്ക് 2 മാർക്കിന് വരുന്ന ക്വസ്റ്റ്യൻസിനെ കുറിച്ചും അതുപോലെ തന്നെ 5 മാർക്കിനും 10 മാർക്കിനും വരുന്ന ക്വസ്റ്റ്യൻസിനെ കുറിച്ചൊക്കെ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു അല്ലേ. ആ ഒരു ഭാഗം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് മധ്യകാല ചരിത്രരചന, അതിൻ്റെ സവിശേഷതകളാണ്. നാച്ചർ ഓഫ് മിഡീവിയൽ ഹിസ്റ്റോറിക്കൽ റൈറ്റിങ്സ് ആണ്. ഇത് നമുക്ക് 10 മാർക്കിന് എസ്സേ ആയിട്ട് ഉറപ്പായും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. ഈ ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് 10 മാർക്കിനും പ്രതീക്ഷിക്കാം, അതുപോലെ തന്നെ 5 മാർക്കിനും 2 മാർക്കിനും നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ടോപ്പിക്ക് തന്നെയാണ്. അപ്പോൾ ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ്സിലോട്ട് കടക്കാം. ഇതുമായി ബന്ധപ്പെടുത്തി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് എന്താണ് മധ്യകാല ചരിത്രരചന, അതിൻ്റെ സവിശേഷതകൾ അല്ലെങ്കിൽ നാച്ചർ ഓഫ് മിഡീവിയൽ ഹിസ്റ്റോറിക്കൽ റൈറ്റിങ്സ് എന്തൊക്കെയാണ് പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. മധ്യകാല ചരിത്രരചന അല്ലെങ്കിൽ അതിൻ്റെ സവിശേഷതകൾ. അതായത് മധ്യകാല ചരിത്രം എന്ന് പറയുന്നത്, മധ്യകാല ചരിത്രത്തിൽ 2 ധാരകൾ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അതായത് ക്രൈസ്തവ ദൈവശാസ്ത്ര സഭാ ചരിത്രം എന്നും ഇസ്ലാമിക ചരിത്രരചന എന്നും 2 തരത്തിലുള്ള ധാരകളാണ് മധ്യകാല ചരിത്രത്തിൽ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്, അല്ലെങ്കിൽ മധ്യകാല യൂറോപ്പിൽ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ നമുക്കറിയാം, പണ്ട് കാലഘട്ടത്തിൽ തന്നെ രാജാക്കന്മാർക്കും അവരുടെ അനുചരന്മാർക്കും അതുപോലെ തന്നെ മതത്തിനുമൊക്കെ തന്നെയാണ് പ്രാധാന്യം നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെയാണ് മധ്യകാല യൂറോപ്പിലും നമുക്ക് കാണാനായിട്ട് പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ മധ്യകാലഘട്ടത്തിൽ നമ്മൾ പറഞ്ഞ ഈ 2 ക്രൈസ്തവ ദൈവശാസ്ത്ര സഭാ ചരിത്രവും ഇസ്ലാമിക ചരിത്രരചനയും എങ്ങനെയാണ് സ്വാധീനം ചെലുത്തിയിട്ടുള്ളത് എന്ന് നോക്കാം. മധ്യകാല യൂറോപ്പിലെ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തിയിട്ടുള്ളത് ക്രിസ്തു മതത്തിൻ്റെ സ്വാധീനം നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഈ ക്രിസ്തു മതത്തിൻ്റെ സ്വാധീനത്തോടെയാണ് ചരിത്രബോധം വളർത്തിക്കൊണ്ടുവന്നത്. അവിടുത്തെ ചരിത്രബോധം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും മതപരമായ ആവശ്യങ്ങളുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് അവർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് അവരുടേതായ മതപരമായിട്ടുള്ള കാര്യങ്ങളെ തന്നെ ന്യായീകരിക്കാനാണ് ചരിത്രരചനയെ ഉപയോഗപ്പെടുത്തിയതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. കാരണം മധ്യകാല യൂറോപ്പിൽ ശക്തമായിട്ട് ക്രൈസ്തവം അല്ലെങ്കിൽ ക്രിസ്തുമതം വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരുടേതായ ആവശ്യങ്ങൾ ഉന്നയിക്കാനും അല്ലെങ്കിൽ മതപരമായ കാര്യങ്ങളെ ന്യായീകരിക്കാനും വേണ്ടിയിട്ട് അവർ ഉപയോഗിച്ചിരുന്നത് എന്തായിരുന്നു ചരിത്രരചനയായിരുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റും. അതുപോലെ തന്നെ ഈ ചരിത്രരചനയിൽ പ്രധാനമായിട്ടും നമുക്ക് ക്രിസ്ത്യൻ ചരിത്രരചനാ ശാസ്ത്രത്തിൽ കാണാനായിട്ട് പറ്റുന്നത് വെളിപാടുകളിലും സഹജാവബോധത്തിലും അധിഷ്ഠിതമായിട്ടുള്ള ഒന്നായിരുന്നു. അതായത് അവരുടേതായ മതപരമായിട്ടുള്ള കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കാനും മതപരമായിട്ടുള്ള ആവശ്യങ്ങളായിട്ട് ചരിത്രബോധത്തെ വളർത്തിക്കൊണ്ടുവരികയുമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്താണ്, അവിടെ ദൈവത്തിനാണ് പ്രാധാന്യം നൽകിയിട്ടുണ്ടായിരുന്നത്, മനുഷ്യൻ്റെ പ്രവർത്തനങ്ങൾക്ക് അവിടെ പ്രാധാന്യം ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ദൈവശാസ്ത്രത്തെ ബലപ്പെടുത്താൻ ചരിത്രരചനയെ ഉപയോഗപ്പെടുത്തി. അതായത് ക്രൈസ്തവ മതത്തെ എങ്ങനെയൊക്കെ ബലപ്പെടുത്താം, എങ്ങനെയൊക്കെ നന്നായി ഊട്ടിയുറപ്പിക്കാം എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ചരിത്രരചനയെ അവർ പരമാവധി ഉപയോഗിച്ചതായിട്ട് നമുക്ക് മധ്യകാല യൂറോപ്പിൽ കാണാനായിട്ട് പറ്റുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇപ്പോഴും ചരിത്രം പഠിക്കുന്ന സമയത്ത് ക്രിസ്തുവിന് മുമ്പ് ക്രിസ്തുവിന് ശേഷം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ലോക ചരിത്രത്തെ തന്നെ അവർ ക്രിസ്തുവിന് മുമ്പും ക്രിസ്തുവിന് ശേഷവും തമ്മിലുള്ള ഒരു ചരിത്രമായിട്ട് മതപരവുമായിട്ടുള്ള ഒരു കണക്ഷൻ ചരിത്രരചനാ ബോധത്തിൽ ക്രൈസ്തവ മതക്കാർ കൊണ്ടുവന്നു എന്ന് നമുക്ക് കാണാനായിട്ട് പറ്റും. ക്രിസ്തുവിന് മുമ്പ് ക്രിസ്തുവിന് ശേഷം എന്നിങ്ങനെ ലോക ചരിത്രത്തെ അവർ 2 ഘട്ടങ്ങളായിട്ട് വേർതിരിക്കുകയും
വിഭജിക്കുന്നുണ്ട്. അപ്പോൾ ക്രിസ്തുവിന് മുമ്പുള്ള കാലഘട്ടത്തെ ഇരുണ്ട ഘട്ടമായിട്ടും ക്രിസ്തുവിന് ശേഷമുള്ള കാലഘട്ടത്തെ പ്രകാശത്തിൻ്റെ ഘട്ടമായിട്ടുമാണ് അവർ കണക്കാക്കിയിരുന്നത്. പിന്നെ അതുപോലെ തന്നെ മധ്യകാല യൂറോപ്പിൽ രചിക്കപ്പെട്ട ചരിത്ര രചനകൾക്ക് ഒരേ കാര്യങ്ങൾ മാത്രമാണ് പ്രകടിപ്പിച്ചിരുന്നത്. അതായത് ദൈവങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. എല്ലാ ചരിത്രകാരന്മാരും പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് ആവർത്തിച്ച് പറയുന്നത്. അപ്പോൾ അവിടെ ചരിത്രരചന കൂടുതലായിട്ട് വരുന്നുണ്ടോ? ഇല്ല. അപ്പോൾ എന്താവും, മധ്യകാല യൂറോപ്പിലെ ചരിത്ര രചനകൾ വളരെ കുറവായിരുന്നു. കാരണം ഒരേ കാര്യങ്ങൾ തന്നെയാണ് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നത്. അപ്പോൾ മധ്യകാല യൂറോപ്പിൽ രചിക്കപ്പെട്ട ചരിത്ര രചനകൾ വളരെ കുറവായിരുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു ക്രൈസ്തവ സഭാ ചരിത്രമാണ്, അല്ലെങ്കിൽ ക്രൈസ്തവ ദൈവശാസ്ത്ര സഭാ ചരിത്രമാണ് നിലനിന്നിരുന്നത്. അപ്പോൾ അവരുടേതായ മതപരമായിട്ടുള്ള കാര്യങ്ങളെ ന്യായീകരിക്കാണ് ചരിത്രബോധത്തെ ഉപയോഗിച്ചിരുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ ക്രിസ്തുവിൻ്റെ ജനനവുമായി ബന്ധപ്പെടുത്തി ചരിത്രത്തെ ബന്ധപ്പെടുത്തിയിട്ടാണ് അവർ ഒരു രൂപകൽപ്പന ചെയ്തത് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ മധ്യകാല യൂറോപ്പിലെ സഭാ ചരിത്രരചനാ ശാസ്ത്രത്തിന് ഏറ്റവും മികച്ച മാതൃക നൽകുന്ന ഒരു പുസ്തകമാണ്, ഒരു ഗ്രന്ഥമാണ് സിറ്റി ഓഫ് ഗോഡ് എന്നറിയപ്പെടുന്ന ഗ്രന്ഥം. ഈ സിറ്റി ഓഫ് ഗോഡ് രചിക്കപ്പെട്ടിട്ടുള്ളത് സെയിൻറ്റ് അഗസ്റ്റിൻ എന്ന ചരിത്രകാരനാണ്. അപ്പോൾ എന്താണ് മധ്യകാല യൂറോപ്പിലെ സഭാചരിത്ര രചനാശാസ്ത്രത്തിൻ്റെ ഏറ്റവും മികച്ച മാതൃക എന്ന് പറയുന്നത് സിറ്റി ഓഫ് ഗോഡ് എന്ന പുസ്തകമാണ്. അത് രചിച്ചത് ആരാണ്? സെയിൻറ്റ് അഗസ്റ്റിൻ ആണ്. അപ്പോൾ സിറ്റി ഓഫ് ഗോഡ് എന്നും സെയിൻറ്റ് അഗസ്റ്റിൻ എന്നും നമുക്ക് 2 മാർക്കിന് ക്വസ്റ്റ്യൻ കാണാനായിട്ട് പറ്റും. അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് മധ്യകാല ചരിത്രരചനയെക്കുറിച്ച് എഴുതിയിട്ട് ഏതുമായി ബന്ധപ്പെടുത്തിയിട്ടാണോ പറഞ്ഞിരിക്കുന്നത് ആ കാര്യങ്ങളെക്കുറിച്ച് ജസ്റ്റ് സൂചിപ്പിക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മൾ സെയിൻറ്റ് അഗസ്റ്റിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി ഉൾപ്പെടുത്തി എഴുതുക കേട്ടോ. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, അതുകൊണ്ടാണ് പറഞ്ഞത്. പിന്നെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ക്രൈസ്തവ സഭ ചരിത്രത്തെക്കുറിച്ചിട്ട്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ഇരുണ്ട കാലഘട്ടം എന്നും പ്രകാശ കാലഘട്ടം എന്നും മതപരമായിട്ടുള്ള ഒരു കാര്യത്തിലാണ് അവർ നോക്കിക്കണ്ടത്. എന്താണ്? ക്രിസ്തു മതത്തെ ബലപ്പെടുത്തുക എന്നതാണ് ചരിത്രരചനയിലൂടെ അവർ കൂടുതലായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. മനുഷ്യ പ്രവർത്തനങ്ങൾക്ക് അവിടെ കൂടുതലായിട്ടും പ്രാധാന്യം നൽകിയിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നുണ്ട് അല്ലേ. മതപരമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് മാത്രമാണ് ചരിത്രരചനയെ അവർ ഉപയോഗിച്ചിരുന്നത്. ഇനി നമ്മൾ പറഞ്ഞു മധ്യകാല ചരിത്രത്തിലെ 2 ധാരകളാണ് ഉണ്ടായിരുന്നത്, ക്രൈസ്തവ സഭാ ചരിത്രം എന്നും അതുപോലെ തന്നെ ഇസ്ലാമിക ചരിത്രരചന എന്നും. ഇനി നമുക്ക് ഇസ്ലാമിക ചരിത്രരചന എങ്ങനെയാണ് മധ്യകാല യൂറോപ്പിൽ നിലനിന്നിരുന്നത്, അത് ഏതൊക്കെ രീതിയിലാണ് സ്വാധീനം ചെലുത്തിയിട്ടുള്ളത് എന്ന് നമുക്ക് നോക്കാം. ഇസ്ലാമിക ചരിത്രരചന, അതായത് ഇസ്ലാമിക ചരിത്രരചന മധ്യകാല യൂറോപ്പിൽ എങ്ങനെയാണ് വളർന്നു വന്നത് നമുക്ക് നോക്കാം. നമ്മൾ പറയുന്നത് പോലെ തന്നെ നേരത്തെ എങ്ങനെയാണ് ചരിത്രരചന നിലനിന്നത്? യുദ്ധങ്ങൾക്കും ആക്രമണങ്ങൾക്കും രാജാക്കന്മാർക്കുമാണ് പ്രാധാന്യം നൽകിയതും. അതുപോലെ തന്നെയാണ് ഇസ്ലാമിക ചരിത്രരചനയിൽ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അറബ് ഭരണവും അറബ് രാജ്യവും വന്നതിന് ശേഷമാണ് ഇസ്ലാമിക ചരിത്രരചന തന്നെ ഉണ്ടാവുന്നത്. യുദ്ധങ്ങൾക്കും ആക്രമണങ്ങൾക്കുമാണ് ഇസ്ലാമിക ചരിത്രരചനയിൽ പ്രാധാന്യം നൽകിയിട്ടുണ്ടായിരുന്നത്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ ക്രിസ്തു ജനിച്ചതിന് ശേഷം മുമ്പ് എന്നുള്ള 2 കാലഘട്ടത്തിന് അനുസരിച്ച് കാലഘടനാ ക്രമം രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ ക്രൈസ്തവ സഭാ ചരിത്രത്തിൽ. നമുക്കപ്പോൾ ഇവിടെ കാണാനായിട്ട് പറ്റുന്നത് പ്രവാചകനുമായി ബന്ധപ്പെട്ട് ഒരു വംശാവലി സൃഷ്ടിക്കുകയും ഇസ്ലാമിൻ്റെ ആധികാരികമായ ഒരു പാരമ്പര്യത്തെ രൂപപ്പെടുത്തുകയും ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതായത് പ്രവാചകനുമായി ബന്ധപ്പെടുത്തിയിട്ട് ഒരു വംശാവലി സൃഷ്ടിക്കുന്നുണ്ട്, എന്നിട്ട് അതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു പാരമ്പര്യത്തെയാണ് ഇസ്ലാമിക ചരിത്രരചന കാണുന്നത്. ഇവിടെയും സെയിം കാര്യങ്ങൾ തന്നെയാണ്, അതായത് മതത്തിനാണ് പ്രാധാന്യം നൽകിയിട്ടുണ്ടായിരുന്നത്. ചരിത്രരചന പ്രാധാന്യം നൽകിയത് മതപരമായും രാഷ്ട്രീയപരമായും ആയ കാര്യത്തിനായിരുന്നു. അതായത് യുദ്ധങ്ങൾക്കും ആക്രമണങ്ങൾക്കും അതുപോലെ തന്നെ അന്നത്തെ സുൽത്താൻമാർ അല്ലെങ്കിൽ അന്നത്തെ ഇസ്ലാമിക രാജാക്കന്മാർ നടത്തിയ യുദ്ധങ്ങളും അവർ കൊണ്ടുവന്നിട്ടുള്ള മാറ്റങ്ങൾ, അവർ കൊണ്ടുവന്നിട്ടുള്ള സംഭാവനകൾ എന്നിവയ്ക്കായിരുന്നു ഇസ്ലാമിക ചരിത്ര രചനയിൽ പ്രാധാന്യം നൽകിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഈ ഇസ്ലാമിക ചരിത്രരചനയിൽ ചില വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. അത് നമുക്ക് ഒന്ന് ജസ്റ്റ് നോക്കി വെക്കാം. അതായത് താരിഖ് എന്ന് പറയുന്നത് ചരിത്രത്തിൽ ഉപയോഗിക്കുന്ന ഒരു വേർഡാണ് താരീഖ് എന്ന് പറയുന്നത്. ഈ താരീഖ് എന്നതിൻ്റെ ശരിയായ അർത്ഥം എന്ന് പറയുന്നത് ശരിയായ കാലഗണന അടിസ്ഥാനമാക്കിയിട്ടുള്ള വിവരങ്ങൾ രേഖപ്പെടുത്തുക എന്നാണ്. താരിഖ് എന്ന് പറയുന്നത് ശരിയായ കാലഗണന അടിസ്ഥാനമാക്കി വിവരങ്ങൾ രേഖപ്പെടുത്തുക എന്നതാണ് അർത്ഥം. ഈ ഒരു വാക്ക് ഇസ്ലാമിക ചരിത്രരചനയിൽ കാണാനായിട്ട് പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ
ചരിത്രരചനയ്ക്ക് വ്യത്യസ്ത തരത്തിലുള്ള ഉപാദാനങ്ങളാണ് ലഭിക്കുക. അപ്പോൾ ഈ ഉപാദാനങ്ങളൊക്കെ തന്നെയും കറക്റ്റാണോ, അല്ലെങ്കിൽ അതിനെന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ? ഉപാദാനങ്ങൾ പറഞ്ഞാൽ തെളിവുകൾ, സോഴ്സസ്. അപ്പോൾ ഇതൊക്കെ തന്നെയും അതിൽ ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് അതിനെക്കുറിച്ച്, അല്ലെങ്കിൽ ആ ഉപാദാനങ്ങളെ ആധികാരികമായിട്ടും അല്ലെങ്കിൽ സത്യാവസ്ഥയുണ്ടോ എന്ന് പരിശോധിക്കുന്ന ഒരു സാങ്കേതിക വിദ്യയാണ് എന്തു പറയുന്നത്, ഇസ്നദ് എന്ന് പറയുന്നത്. അതായത് ഉപാദാനങ്ങളെ ചരിത്രരചനയ്ക്ക് ആവശ്യമായ അല്ലെങ്കിൽ ചരിത്രരചനയ്ക്ക് ആധാരമാക്കുന്നതിന് മുമ്പ് അവയുടെ ആധികാരികതയും സത്യാവസ്ഥയും പരിശോധിക്കുന്നതിന് വേണ്ടി അറബികൾ വികസിപ്പിച്ചെടുത്ത സാങ്കേതിക വിദ്യയാണ് ഇസ്നദ്. അപ്പോൾ എന്താണ് ഇസ്നദ്, താരിഖ്, ഈ രണ്ട് വാക്കുകൾ മറക്കരുത് കേട്ടോ. അപ്പോൾ താരിഖ് എന്ന് പറഞ്ഞാൽ എന്താണ്, ശരിയായ കാലഗണന അടിസ്ഥാനമാക്കി വിവരങ്ങൾ രേഖപ്പെടുത്തുക എന്നാണ് താരിഖിൻ്റെ അർത്ഥം. ഇസ്നദ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഉപാദാനങ്ങളെ ചരിത്രരചനയ്ക്ക് ആധാരമാക്കുന്നതിന് മുമ്പ് അവയുടെ ആധികാരികതയും സത്യാവസ്ഥയും പരിശോധിക്കുന്നതിന് വേണ്ടി അറബികൾ വികസിപ്പിച്ചെടുത്ത സാങ്കേതിക വിദ്യയാണ് ഇസ്നദ്. അപ്പം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, പ്രവാചകങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വംശാവലി സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നു എന്ന്. അതാണ് ഹിജറ എന്നറിയപ്പെടുന്നത്. ഈ ഹിജറയുടെ അടിസ്ഥാനത്തിലാണ് ഇസ്ലാമിക ചരിത്രരചനയിൽ കാലഗണന കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഹിജറയെ കാലഗണനാക്രമം ഉപയോഗപ്പെടുത്താനായിട്ട് ആ ഒരു വേർഡ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അതായത് പ്രവാചകനുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ പ്രവാചക ജീവിതത്തിൽ ഉണ്ടായിരുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും, അല്ലെങ്കിൽ പ്രവാചകൻ കൊണ്ടുവന്നിട്ടുള്ള ചെറിയ ചെറിയ മാറ്റങ്ങൾ പോലും അവർ സൂക്ഷ്മമായി അന്വേഷണം നടത്തുകയും ചരിത്രരചനകൾക്ക് ഉപയോഗപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഇസ്ലാമിക ചരിത്രരചന വളർന്ന് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഇസ്ലാമിക ചരിത്രരചന എന്ന് പറയുന്നത് പ്രവാചകനുമായി വളരെയധികം ഇഴുകിച്ചേർന്ന് കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെടുത്തിയിട്ട് നമുക്ക് ഇസ്ലാമിക ചരിത്രരചനയെക്കുറിച്ച് കൂടുതലായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഇസ്ലാമിക ചരിത്രരചനയ്ക്ക് വളരെയധികം എക്സാമ്പിൾ എന്ന് പറയുന്നത് പ്രവാചകൻ്റെ ഗ്രന്ഥം എന്നറിയപ്പെടുന്ന പുസ്തകമാണ്. ഈ പ്രവാചകൻ്റെ ഗ്രന്ഥം എഴുതിയിട്ടുള്ളത് CE 8-ാം നൂറ്റാണ്ടിലാണ്. എഴുതിയ ചരിത്രകാരൻ ഇബ്നു ഇഷാഖാണ്. അപ്പോൾ ഇബ്നു ഇഷാഖിൻ്റെ പ്രവാചകൻ്റെ ഗ്രന്ഥം എന്ന് പറയുന്നത് ഇസ്ലാമിക ചരിത്രരചനയ്ക്ക് വളരെയധികം പങ്കുവച്ചിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ ചരിത്രരചനയെക്കുറിച്ചും മതപരമായിട്ടുള്ളും രാഷ്ട്രീയപരമായിട്ടും പ്രാധാന്യം നൽകിയിട്ടുള്ള അറബ് ചരിത്രരചനയെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇവിടെ എന്താണ് പറഞ്ഞത് എന്ന് നമുക്ക് മനസ്സിലായല്ലോ. ഇസ്ലാമിക ചരിത്രരചനയിൽ ഒരു അറബ് ഭരണകൂടവും അറബ് രാജ്യവും വന്നതിന് ശേഷമാണ് ശരിക്കും അറബ് ചരിത്രരചന തന്നെ ആരംഭിക്കുന്നത്. പ്രവാചകൻ്റെ ഓരോ പ്രവർത്തനങ്ങൾക്കും, അല്ലെങ്കിൽ പ്രവാചകൻ്റെ ഓരോ കാര്യങ്ങൾക്കും വളരെയധികം പ്രാധാന്യം നൽകുകയും അതിനും അനുസരിച്ചിട്ടുള്ള പ്രവാചകൻ്റെ വംശാവലി സൃഷ്ടിക്കുകയും ചെയ്തിട്ടാണ് ഇസ്ലാമിക ചരിത്രരചനയെ ഊട്ടി ഉറപ്പിച്ചത് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഏറ്റവും വലിയ തെളിവ് ലഭിക്കുന്ന പ്രവാചകൻ്റെ ഗ്രന്ഥം എന്നറിയപ്പെടുന്ന ഇബ്നു ഇഷാഖ് രചിക്കപ്പെട്ടിട്ടുള്ള ഗ്രന്ഥമാണ് ഇസ്ലാമിക ചരിത്രരചനയ്ക്ക് വളരെയധികം ഒരു ഉദാഹരണമായിട്ട് നിലനിൽക്കുന്നത്. അതുപോലെ തന്നെ അൽ വക്കീദി, അൽ താബിരി, അൽ മസൂദി എന്നിവരൊക്കെ തന്നെയും അറബ് ചരിത്രരചനയ്ക്ക് വളരെയധികം സംഭാവനകൾ നൽകിയിട്ടുണ്ടായിരുന്നു. ഇവരൊക്കെ ഇസ്ലാമിക ചരിത്രകാരന്മാരാണ് കേട്ടോ. ആരൊക്കെ? അൽ വക്കീദിയും അൽ താബിരിയും അൽ മസൂദിയും. ഇത് ജസ്റ്റ് പേരൊന്നും മനസ്സിലാക്കി വെച്ചാൽ മതി. അവരെക്കുറിച്ചൊന്നും ചോദിക്കാറില്ല. നമുക്ക് ഇബ്നു ഇഷാഖിനെ കുറിച്ചും അതുപോലെ തന്നെ സെയിൻറ്റ് അഗസ്റ്റിനെ കുറിച്ചും നമുക്ക് ചോദിക്കാറുണ്ട്. അപ്പോൾ സെയിൻറ്റ് അഗസ്റ്റിൻ ആരുമായി ബന്ധപ്പെടുത്തിയതാണ്? ക്രൈസ്തവ സഭാ ചരിത്രവുമായി ബന്ധപ്പെടുത്തിയതാണെങ്കിൽ ഇബ്നു ഇഷാഖ് ആരുമായി ബന്ധപ്പെടുത്തിയതാണ്? നമ്മുടെ ഇസ്ലാമിക ചരിത്രരചനയുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് സെയിൻറ്റ് അഗസ്റ്റിൻ എന്ന് പറയുന്നത് ക്രിസ്ത്യൻ ചരിത്രരചനാ ശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഒരു പ്രഗത്ഭനായിട്ടുള്ള മധ്യകാല യൂറോപ്പിൽ നിലനിന്നിട്ടുള്ള ഒരു ചരിത്രകാരനാണ്. അദ്ദേഹത്തെക്കുറിച്ചും അതുപോലെ തന്നെ ഇബ്നു ഇഷാഖിനെ കുറിച്ചും നമുക്ക് ഇനി അടുത്ത ക്ലാസ്സുകളിലായിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ മധ്യകാല യൂറോപ്പിനെ കുറിച്ച്, അല്ലെങ്കിൽ നാച്ചർ ഓഫ് മിഡീവിയൽ ഹിസ്റ്റോറിക്കൽ റൈറ്റിങ്സിനെ കുറിച്ച് ചോദിച്ചാൽ, 10 മാർക്കിന് ചോദിച്ചാൽ നമ്മൾ എന്താണ് ക്രൈസ്തവ സഭാ ചരിത്ര രചനാശാസ്ത്രം എന്നും ഇസ്ലാമിക ചരിത്രരചനാശാസ്ത്രം എന്നും അതുപോലെ തന്നെ നമ്മൾ സെയിൻറ്റ് അഗസ്റ്റിനെ കുറിച്ചും ഇബ്നു ഇഷാഖിനെ കുറിച്ചും നമ്മൾ എഴുതേണ്ടതുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇബ്നു ഇഷാഖിനെ കുറിച്ചും സെയിൻറ്റ് അഗസ്റ്റിനെ കുറിച്ചും നമുക്ക് അടുത്ത ക്ലാസ്സുകളിലായിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇതുമായി ബന്ധപ്പെടുത്തി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. പിന്നെ അതുപോലെ തന്നെ ഇത് നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. താങ്ക് യു ഫോർ watching.